ലൈഫ് ബോയ് എവിടെയാണോ അവിടെയാണ് ആരോഗ്യം. ഈ ലൈഫ് ബോയ് തന്നെയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. ഒരു തരത്തിൽ പറഞ്ഞാൽ മാണി ഗ്രൂപ്പിന് അല്ലെങ്കിൽ ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസിന് ഇടതുപക്ഷത്തിൽ നിന്ന് യാതൊരു പരിഭവവും പറയാനുള്ള അർഹതയില്ല. ആത്യന്തികമായി ജോസ് കെ മാണി എവിടെ നിന്ന് ജയിക്കും, എവിടെ നിന്ന് മത്സരിക്കും എന്നതല്ലേ പ്രധാനമായും ജോസ് കെ മാണിയുടെ മുന്നിലുള്ള ചോദ്യം. ഇപ്പോൾ 12 സീറ്റാണ് കഴിഞ്ഞ തവണ LDF-ൽ കിട്ടിയത്. അതിൽ ജയിച്ചത് 5 ഇടത്ത്. ഇത്തവണ അത് 13 ചോദിക്കുമെന്ന് കേൾക്കുന്നു. 13 15 വേണമെങ്കിൽ ചോദിച്ചാൽ കിട്ടുമെന്നുള്ള സ്ഥിതി LDF-നകത്തുണ്ട്. പക്ഷേ എവിടെ നിന്ന് ജയിക്കുമെന്ന ചോദ്യമുണ്ടല്ലോ. ഇപ്പോൾ പാലയിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ലീഡ് 12,465 വോട്ടിൻ്റെതാണ്. 2025 തദ്ദേശത്തിൽ നോക്കുമ്പോൾ LDF ലീഡ് വെറും 1518 പാലയിലെ സ്ഥിതി നമുക്കറിയാമല്ലോ. പാല നഗരസഭയുടെ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നു. അപ്പോൾ എവിടെയാണ് നിൽക്കുക LDF-ൽ നിന്നുകൊണ്ട് ജോസ് കെ മാണി? ആ ചോദ്യമല്ലേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കുഴക്കുന്നു. തീർച്ചയായും ആ ചോദ്യം ശ്രീ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. പക്ഷെ നോക്കൂ, ശ്രീ ജോസ് കെ മാണിയെ കുറിച്ച് പറഞ്ഞാൽ അധികാര രാഷ്ട്രീയത്തിന്റെ ഇടനാഴിയിലൂടെ തെന്നി വീഴാതെ നന്നായി സഞ്ചരിക്കാനുള്ള ഒരു മെയ്വഴക്കം അദ്ദേഹം എല്ലാ കാലത്തും കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഭംഗ്യാന്തരേണ പറഞ്ഞു വെച്ചത്, തങ്ങൾ എവിടെയാണോ അവിടെയാണ് ആരോഗ്യം. ലൈഫ് ബോയെ കുറിച്ച് നമ്മൾ പറയുന്ന ഒരു പരസ്യവാചകമല്ലേ, ലൈഫ് ബോയ് എവിടെയാണോ അവിടെയാണ് ആരോഗ്യം. ഈ ലൈഫ് ബോയ് തന്നെയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ആദ്യ ഉലയുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഒരു തോണി പൊങ്ങിക്കിടക്കുന്ന ഒരു ലൈഫ് ബോയ് തോണി എന്ന നിലയിലാണ് തങ്ങളെ പരിഗണിക്കേണ്ടത്. എത്രത്തോളം അനിവാര്യരാണ് ഇടതുപക്ഷത്തെ തങ്ങൾ എന്ന് ഊന്നിപ്പറയാനായി ഇന്നത്തെ പത്രസമ്മേളനം ശ്രീ ജോസ് കെ മാണി ഉപയോഗിച്ചതായി കാണാം. അതിനെ കൃത്യമായ മേമ്പൊടി ചേർത്തുകൊണ്ട് ബൈബിളിലെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 28-ാം വാക്യമൊക്കെ വളരെ സമൃദ്ധമായി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു. യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ടതില്ല, നിങ്ങളെയും നിങ്ങളുടെ സന്തതി പരമ്പരകളെയും ഓർത്ത് വേണമെങ്കിൽ വിലപിച്ചുകൊള്ളൂ എന്ന് ക്രിസ്തു പറയുന്ന ആ വാചകം ഉൾപ്പെടെ പറയുകയാണ്. ഇതൊക്കെ ഒരുപാട് അർത്ഥതലങ്ങളുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് LDF-നോടും UDF-നോടും യാതൊരു ഐത്തവും ഉള്ളതായി ഇന്നത്തെ സംസാരത്തിൽ നിന്നും അത് കേട്ടവരാരും അങ്ങനെ പറയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നോക്കൂ, എത്രത്തോളം അനിവാര്യനാണ് ശ്രീ ജോസ് കെ മാണി എന്നതിന്റെ ഏർലി സൂചന വന്നു കഴിഞ്ഞു. മണിക്കൂറുകൾക്കുള്ളിൽ ജോസ് കെ മാണിയുടെ പത്രസമ്മേളനം അവസാനിച്ച മണിക്കൂറുകൾക്കുള്ളിൽ 2-3 മണിക്കൂറുകൾക്കുള്ളിൽ തലസ്ഥാന നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് കവടിയാർ കൊട്ടാരത്തിന് സമീപം, അല്ല എങ്കിൽ രാജ്ഭവന്റെ അല്ലെങ്കിൽ ലോക്ഭവന്റെ സമീപം 25 സെന്റ് 30 വർഷത്തെ ലീസിന് മാണി സ്മാരകത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് ഗവൺമെന്റ് തുച്ഛമായ വിലയ്ക്ക്. ഇതെല്ലാം തന്നെ പ്രീണനമല്ലേ? ഒരു തരത്തിൽ പറഞ്ഞാൽ മാണി ഗ്രൂപ്പിന് അല്ലെങ്കിൽ ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസിന് ഇടതുപക്ഷത്തിൽ നിന്ന് യാതൊരു പരിഭവവും പറയാനുള്ള അർഹതയില്ല. കഴിഞ്ഞ 5 വർഷം അവർ ചോദിച്ച ഏതാണ്ട് എല്ലാം തന്നെ അവർക്ക് കൊടുത്തു. 5 വർഷത്തിന് മുൻപ് മുന്നണി പ്രവേശം UDF-ൽ നിന്ന് LDF-ലേക്ക് വന്നപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള സമയത്താണ് അവർ ചോദിച്ച സീറ്റുകൾ കൊടുത്തു. സാമാന്യം തരക്കേടില്ലാത്ത സ്ട്രൈക്ക് റേറ്റ് ആയിരുന്നു അന്ന്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ട്രൈക്ക് റേറ്റിൽ 12 സീറ്റിൽ മത്സരിച്ച് 5 സീറ്റിൽ മാത്രമാണ് CPI-ക്കോ CPM-നോ ഉള്ള വിജയത്തിന്റെ സ്ട്രൈക്ക് റേറ്റിന്റെ സമാനമായ സ്ട്രൈക്ക് റേറ്റ് അവർക്ക് നേടാൻ കഴിഞ്ഞില്ല. അത് മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ട് ആയിരിക്കാം. പക്ഷെ ഇപ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ, വളരെ ഷാർപ്പായ ചില പൊളിറ്റിക്കൽ റിയാലിറ്റീസ് ജോസ് കെ മാണിയെയും കേരള കോൺഗ്രസ് എമ്മിനെയും തുറച്ചു നോക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ആ പ്രസക്തിയാണ്, അസ്തിത്വ വിഷയം തന്നെയാണ്. കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ല, ഈ 3 ജില്ലകളിലാണ് പ്രധാനമായി മാണി ഗ്രൂപ്പിന്റെ എല്ലാ കേരള കോൺഗ്രസുകളുടെയും പ്രഭവം അവിടെയാണ്. ഏറ്റവും പരിശുദ്ധമായ മാണിയെ സംബന്ധിച്ചിടത്തോളം, ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശുദ്ധമായ മണ്ണ് പാലായുടെ രാഷ്ട്രീയ മണ്ണാണ്. അവിടെ ഇപ്പോൾ ഫേംലി എൻട്രഞ്ച്ഡ് ആണ് മാണി സി കാപ്പൻ. അദ്ദേഹം ഏറെക്കാലം ശ്രീ KM മാണിയോട് മത്സരിച്ച് പരാജയപ്പെടുകയും അവസാനം പാലായിലെ ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. അതിനർത്ഥം മാണിയോടൊരു സ്നേഹമുണ്ട്. കുഞ്ഞുമാണിയുടെ കാലം മുതൽ കുഞ്ഞുമാണിയോടൊരു സ്നേഹമുണ്ടായിരുന്നു പാലക്കാർക്ക്. ആ സ്നേഹം പക്ഷേ KM മാണി UDF-ൽ നിൽക്കുമ്പോഴാണ് ഏറെ അനുഭവിക്കാൻ പറ്റിയത്. ഒരിക്കൽ പോലും LDF-ൽ നിന്നിട്ടുണ്ട് KM മാണി. ആദ്യം 80കളുടെ ആദ്യം ശ്രീ KM മാണി LDF-ന്റെ ഭാഗമായിരുന്നു. അതും മറക്കുന്നില്ല. പക്ഷേ UDF മൈൻഡഡ് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് പാല എന്നത്. പാലായുടെ ഒരു പൊളിറ്റിക്കൽ പരിശോധിക്കണം കേട്ടോ. 2019-ൽ 2943 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു മാണി സി കാപ്പൻ. അന്ന് അദ്ദേഹം LDF-നൊപ്പമാണ് അല്ലേ? 2021-ൽ മാണി സി കാപ്പന്റെ ഭൂരിപക്ഷം 15,378. അതെ, അത് വലിയ ഭൂരിപക്ഷമാണ്. UDF-നോടൊപ്പം മാണി സി കാപ്പൻ ചേർന്ന് നിൽക്കുമ്പോൾ ലഭിക്കുന്ന വൻപൻ ഭൂരിപക്ഷം. ഇപ്പോൾ ഇന്ന് ശ്രീ മാണി കാപ്പന്റെ ഒരു പ്രസ്താവന വന്നു, ഒരു കാരണവശാലും താൻ
പാല വിട്ട് നൽകാൻ തയ്യാറല്ല. അത് പറയുന്നത് എന്താണ്? കുഞ്ഞാലിക്കുട്ടിയെ സന്ദർശിച്ചതിന് ശേഷം അവിടെ ചെന്ന് മുസ്ലിം ലീഗ് നേതാക്കളുമായി സംസാരിച്ച് തിരിച്ചെത്തി മാണി സി കാപ്പൻ പറയുകയാണ്. പക്ഷേ മാണി സി കാപ്പനെ കൺവിൻസ് ചെയ്യാൻ കഴിയും. UDF സംവിധാനത്തിൽ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒരുപക്ഷെ മുസ്ലിം ലീഗ് ഇടപെട്ടാൽ കഴിയുമായിരിക്കണം. കാരണം സുരക്ഷിതമായി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് തിരുവമ്പാടി സീറ്റാണ്. കോഴിക്കോട് ജില്ലയിലെ മുസ്ലിം ലീഗിന് കൂടി വലിയ പ്രാധാന്യമുള്ള അവരുടെ സിറ്റിംഗ് സീറ്റായ തിരുവമ്പാടി സീറ്റ് വിട്ട് നൽകാമെന്നാണ് പറയുന്നത്. അവിടെ ജയസാധ്യത മാണി സി കാപ്പനെ പോലെ ഒരാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എത്രത്തോളം ജയസാധ്യത എന്ന് മറ്റൊരു ചോദ്യമാണ്. പക്ഷേ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതുകൊണ്ട് ഇതുവരെ കേട്ട മുഴുവൻ കാര്യങ്ങളും ഇന്ന് രാവിലെ ജോസ് കെ മാണി വന്ന് പത്രസമ്മേളനം നടത്തി പറയുകയാണ്, ഇതെല്ലാം തന്നെ മാധ്യമ സൃഷ്ടിയാണ്, ഇവിടെ എല്ലാം ഭദ്രം, തങ്ങൾ LDF ഉറച്ചു നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതിനു മുൻപ് നടന്ന ആ ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് ശ്രീ ജോസ് കെ മാണി പറയുന്നതേയില്ല. ഒരു പാർട്ടിയല്ലേ, വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ ശ്രീ ജോസ് കെ മാണി ലോകത്തോടായി, കേരള ജനതയോടായി, കേരളത്തിലെ 2 മുന്നണികളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ഇപ്പോൾ സമയമായിട്ടില്ല. അതായത് ഈ നിമിഷം തന്റെ പാർട്ടിയിലെ 5 MLA-മാരെയും എല്ലാ ജില്ലാ പ്രസിഡന്റുമാരെയും ഒരുമിച്ച് നിർത്തിയതിനു ശേഷമേ തനിക്കൊരു തീരുമാനമെടുക്കാനാവൂ. ആ തീരുമാനമെടുക്കുന്നത് ഒരുപക്ഷെ സ്റ്റിയറിംഗ് കമ്മിറ്റി 16-ാം തീയതി മറ്റന്നാൾ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി കോട്ടയത്ത് വെച്ച് കൂടുന്നു. അന്ന് തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെയും യോഗമുണ്ട് കോട്ടയത്ത് വെച്ച് തന്നെ. അവിടെ ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ പാർട്ടി തീരുമാനിക്കട്ടെ എന്നാണ്. അതുകൊണ്ട് അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിലും നേതാവ് എന്ന നിലയിലും 5 പേരെയും ചേർത്ത് പിടിക്കുന്ന, പ്രത്യേകിച്ച് ശ്രീ റോഷി അഗസ്റ്റിനെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം ഇന്ന് കണ്ടു. റോഷി അഗസ്റ്റിൻ എന്ന മന്ത്രി എന്തെങ്കിലും ഫേസ്ബുക്കിൽ മനസ്സിൽ കാണുന്നത് എന്തായിരിക്കാം ശ്രീ മോഹൻ വർഗീസ്? LDF-നൊപ്പം ഉറച്ചു നിൽക്കുമെന്നുള്ള നിലപാട് കൂടുതൽ കടുപ്പിച്ചെടുക്കുന്നത് റോഷി അഗസ്റ്റിനാണ്. റോഷിക്കൊപ്പം പ്രമോദ് നാരായണനുമുണ്ട്. റോഷിയെ സംബന്ധിച്ച് ഇടുക്കി വിജയിക്കാമെന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹം കാണിക്കുന്നു. പക്ഷേ ഇടുക്കിയിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ലീഡ് 15,780 വോട്ടിന്റെ ലീഡാണ് UDF-ന്. ഇടുക്കിയിൽ ഇനിയിപ്പോൾ അഥവാ റോഷി അഗസ്റ്റിൻ LDF-ൽ നിൽക്കുകയാണെങ്കിൽ ഇടുക്കി ജോസഫ് വിഭാഗത്തിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാൻ പോകുന്നു എന്നുള്ള സൂചനകൾ കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ അവിടെ മത്സരം കടുക്കും, റോഷിക്ക് അത്ര എളുപ്പവുമാകില്ല. അപ്പോൾ ഇതൊക്കെ റോഷി അഗസ്റ്റും അറിയുന്നുണ്ടാകുമല്ലോ ശ്രീ മോഹൻ വർഗീസ്. തീർച്ചയായും ഇടുക്കി നിയമസഭാ മണ്ഡലം ഇന്നത്തെ നിലയിൽ കോൺഗ്രസ് പാർട്ടി, കേരള കോൺഗ്രസ് എന്ന് പറയാനാവില്ല, കോൺഗ്രസ് പാർട്ടിക്ക് നിർണായകമായ സ്വാധീനമുള്ള മലയോര മണ്ഡലം തന്നെയാണ്. ഇടുക്കി ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ ഇടുക്കി നിയമസഭാ സെഗ്മെന്റ്. അവിടെ ഈ മന്ത്രിമാർ മത്സരിച്ച മന്ത്രിമാരുടെ മണ്ഡലങ്ങൾ പലതിലും ഒരു 9 മണ്ഡലങ്ങളിൽ UDF-നാണ് മേൽക്കൈ. അതിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം UDF-ന് ലഭിച്ചത് ഇടുക്കി മണ്ഡലത്തിൽ ലഭിച്ച 15,000-ഓളം വോട്ടിന്റെ മേൽക്കൈയാണ്. തദ്ദേശത്തിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോഴും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോഴും UDF ഇടുക്കിയിൽ ബഹുഘാതം മുന്നിലാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ UDF-ലേക്ക് വന്നാൽ റോഷി അഗസ്റ്റിന് മത്സരിക്കാൻ 6-ാം ഊഴത്തിലും ആ സീറ്റ് ലഭിക്കും. റോഷി അഗസ്റ്റിന് UDF-ന്റെ കാൻഡിഡേറ്റായി ജയിച്ചു വരാനാവും എന്ന് കൃത്യമായി അറിയാം. പക്ഷെ ജയിച്ചു വന്നാലും മന്ത്രിസ്ഥാനത്തിന് താനായിരിക്കില്ല. KM മാണിയുടെ വിഭാഗത്തിൽ, അല്ലെങ്കിൽ ജോസ് കെ മാണി വിഭാഗത്തിന് ഒരു ബർത്ത് മാത്രമേ മന്ത്രിസഭയിൽ ഉണ്ടാകൂ. PJ ജോസഫിന്റെ വിഭാഗത്തിനും ഒരു ബർത്ത് മാത്രമേ ഉണ്ടാകൂ. അതിൽ കൂടുതൽ സീറ്റുകൾ പരമാവധി ലഭിക്കുന്നത് ഇപ്പോൾ 12 സീറ്റുകളാണ് LDF-ന്റെ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് മാണി വിഭാഗത്തിന് മത്സരിക്കാൻ ലഭിച്ചത്. 13 സീറ്റ് ലഭിച്ചു. അതിൽ ഒരു സീറ്റ് അത് CPM തന്നെ ഏറ്റെടുക്കുന്ന കാഴ്ച കണ്ടു. 12 സീറ്റിൽ മത്സരിച്ചു, 5-ൽ ജയിച്ചു. ഇവിടെ UDF-ലേക്ക് വന്നാൽ നോക്കൂ, യാഥാർത്ഥ്യം ഒന്ന് നോക്കൂ. UDF-ലേക്ക് വന്നാൽ 2 പ്രതിസന്ധികൾ ജോസ് കെ മാണിക്ക് അനുഭവിക്കേണ്ടി വരും. അതിൽ ഒരു പ്രതിസന്ധി, അസംതൃപ്തരായ ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്. കോൺഗ്രസ്സുകാര് ഒരുപാട് നോട്ടമിടുന്ന മണ്ഡലങ്ങളുണ്ട്. വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന കോട്ടയം ജില്ലയിലെയും പത്തനംതിട്ട ജില്ലയിലെയും സമുന്നതരായ പല കോൺഗ്രസ് നേതാക്കൾക്കും മത്സരിക്കാൻ ഉചിതമായ സീറ്റുകളില്ല. അവിടെ എല്ലാം തന്നെ ജോസഫ് ഗ്രൂപ്പിന് തന്നെ കൊടുക്കേണ്ടതുണ്ട് 10 സീറ്റ്. ഇപ്പോൾ നിലവിൽ 10 സീറ്റാണ്, 2 ജയിച്ചത്. ഇപ്പോൾ വീണ്ടും 10 സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അത് ഇല്ല. 6 സീറ്റ് 7 സീറ്റ് ജോസഫ് ഗ്രൂപ്പിനും 7 8 സീറ്റ് മാണി ഗ്രൂപ്പിനും കൊടുക്കാനേ ഉള്ളൂ. പരമാവധി 15-ൽ കവിയാൻ ഒരു സാധ്യതയുമില്ല. കാരണം കോൺഗ്രസ് പാർട്ടിക്കാണ് ഒരുപക്ഷെ ഇപ്പോൾ തെളിഞ്ഞില്ലേ, കോട്ടയം ജില്ലയിൽ വ്യക്തമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വ്യക്തമായി ചിത്രം കണ്ടില്ലേ. കോട്ടയം നഗരസഭ നഷ്ടപ്പെട്ടു LDF-ന്. പാലാ നഗരസഭ കേരള കോൺഗ്രസ് നഷ്ടപ്പെട്ടു. കേരള കോൺഗ്രസ് ഏറ്റവും പവിത്രമായ മണ്ണാണ് പാല. അവിടെ പുളിക്കാൽക്കണ്ടം ബ്രദേഴ്സ് ആൻഡ് ഡോട്ടർ അവർ ചേർന്നുകൊണ്ട് UDF-നോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പാലാ നഗരസഭ പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് എന്നൊരു പ്രതികരണത്തിൽ മാത്രം ഒതുക്കുകയാണ് കോൺഗ്രസിന്റെ നിലപാട്. പക്ഷേ വാതിൽ തുറന്നിട്ട് കേരള കോൺഗ്രസ് അഥവാ ഇങ്ങോട്ട് പ്രവേശിക്കുകയാണെങ്കിൽ അവർക്ക് എത്ര സീറ്റ് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണല്ലോ. അപ്പുറത്ത് 12 സീറ്റ് കിട്ടി, ഇത്തവണ വേണമെങ്കിൽ 13 കിട്ടും. ഇവിടെ എത്തുമ്പോൾ അത് അത്ര കൊടുക്കാൻ പറ്റില്ല എന്നൊരു യാഥാർത്ഥ്യം നിൽക്കുന്നു. കൂടുതൽ പാർട്ടികൾ എത്തുമ്പോൾ എല്ലാവരും
വിട്ടുവീഴ്ച ചെയ്യണമെന്നുള്ള പ്രതികരണമൊക്കെ നേരത്തെ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം വിട്ടുവീഴ്ച എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ഇവിടെയാണ് കേരള കോൺഗ്രസിന് താല്പര്യം. അവിടെ ഇപ്പോൾ കോൺഗ്രസിനും താല്പര്യമുണ്ട്, ജോസഫ് വിഭാഗത്തിന് താല്പര്യമുണ്ട്. അപ്പോൾ വന്നാൽ കൂടുതൽ തലവേദനയാകുമോ എന്നൊരു ചോദ്യം കൂടി ഇല്ലേ? അല്ല, അതൊക്കെ വീൽ ക്രോസ് ദ ബ്രിഡ്ജ് വെൻ ഇറ്റ് കംസ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിനകത്ത് തലവേദനയൊന്നുമില്ല. ഇപ്പൊ പ്രതിരോധത്തിലായിരിക്കുന്ന ആരാന്ന് നോക്കൂ. പ്രതിരോധത്തിലായിരിക്കുന്നത് CPM സർക്കാരുമാണെന്നുള്ള ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനത്തോടെ തെളിഞ്ഞല്ലേ. എന്തായാലും ആ CPM പ്രതിരോധത്തിലായപ്പോ ഗുണം കിട്ടിയത് കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മകൾക്കാന്നുള്ളൊരു ഗുണമുണ്ട്. അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന് 3 വർഷമായിട്ട് അനുവദിക്കാത്ത സ്ഥലം ഇപ്പൊ ജോസ് കെ മാണിയെ സന്തോഷിപ്പിക്കാനായിട്ടാണെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയല്ലോ എന്നുള്ളതിലൊരു നല്ലൊരു ബെനഫിഷ്യറി ആയിട്ട് അദ്ദേഹം മാറുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ ഒരു ടോക്കണിസത്തിലൊന്നും തീർക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. നോക്കൂ, ഇവിടെ കേരള കോൺഗ്രസ് മാണി പ്രതിദാനം ചെയ്യുന്നത് വലിയ തോതിൽ കർഷകർ, കുടിയേറ്റ കർഷകർ, മലയോര കർഷകരുണ്ട്. ആ മലയോര കർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതം എന്താണെന്നുള്ള കൃത്യമായിട്ടറിയില്ല. ഈ സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് 250 രൂപ റബ്ബറിന് അടിസ്ഥാന വില താങ്ങുവിലയാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചവരല്ലേ? നടപ്പിലാക്കിയിട്ടുണ്ടോ? അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. വന്യജീവി സംഘർഷം ഏറ്റവും കൂടുതൽ മലയോര മേഖലയിലെ കർഷകരെ, കുടിയേറ്റ കർഷകരെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ കാണുന്ന മരണങ്ങൾക്കപ്പുറം ജീവിതങ്ങൾ പൊലിയുന്നത് നമ്മളവിടെ കാണുന്നുണ്ട്. ഏക്കർ കണക്കിന് കൃഷി ഉൾപ്പെടെ ഈ വന്യജീവി ആക്രമണത്തിൽ തകർന്ന് കൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരത്തിൽ ഉള്ള വിഷയങ്ങൾ അവർക്കുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ക്രിസ്തീയ സമുദായത്തിന്റെ അകത്ത് BJP കടന്നു കയറാൻ വേണ്ടി പിണറായി വിജയൻ ഒരുക്കി കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിൽ ഇന്ന് അവർ പ്രതിദാനം ചെയ്യുന്ന മലയോര കർഷകർ ഉൾപ്പെടെയുള്ള പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അധികാരത്തിനപ്പുറം ഏതൊരു പാർട്ടിക്കും അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി കൈകാര്യം ചെയ്യണ്ടേ? ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽപ്പെട്ട ആൾക്കാർ, കോൺസ്റ്റിറ്റ്യുവൻസി ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ പ്രതിദാനം ചെയ്യുന്ന സമൂഹം, ആ സമൂഹത്തിൽ ആ പ്രതിദാനം ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യുവൻസി അവർക്ക് അഡ്രസ് ചെയ്യേണ്ട വിഷയങ്ങൾ ഏറെ ഉണ്ട്. അവരിത് അഡ്രസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. വന്യജീവി സംഘർഷത്തിന് കഴിഞ്ഞ 5 വർഷമായിട്ട് 10 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? പറഞ്ഞോളൂ. ഹലോ, പിണറായി വിജയൻ സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? അവിടെ ഒരു തരത്തിലും ആ കാട്ടാനകളെയും അല്ലെങ്കിൽ വന്യജീവിയും നാട്ടിലേക്ക് ഇറങ്ങിയോ കൃഷി ഇടം നശിപ്പിക്കാതെ ഇരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. 1 രൂപ ചെലവാക്കുന്നില്ല. അവിടെയുള്ള മറ്റ് കർഷകർ, ഏലം ഉൾപ്പെടെയുള്ള നാണ്യവിളകളുടെ കർഷകർ ഉൾപ്പെടെയുള്ളവരെല്ലാം അനുഭവിക്കുന്ന വലിയ ദുരിതമുണ്ട്. അവിടെ കുരങ്ങന്മാർ, ഞാൻ വയനാടുമായിട്ട് ബന്ധപ്പെട്ട് കുരങ്ങന്മാർ കാരണം അനുഭവിക്കുന്ന ദുരിതം, അവിടുത്തെ ഇത് ചെയ്തവർക്കുള്ള ദുരിതം, ഇതെല്ലാം ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചതല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഞങ്ങൾ മലയോര ജാഥയുമായിട്ട് ഞങ്ങൾ പോയപ്പോൾ കേട്ടത് മുഴുവൻ ഈ ദുരിതങ്ങളല്ലേ. ആ ഒരു സമൂഹത്തെ കൂടുതൽ പ്രതിദാനം ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അവരെ സംബന്ധിച്ചോളം റബ്ബറിന്റെ വില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് വലിയ രീതിയിൽ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അത് വേണമോ വേണ്ടയോ എന്നുള്ളത് അവരുടെ ചിന്തയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം നേരത്തെ ഇവിടെ ശ്രീ മുഹമ്മദ് ഷാ സൂചിപ്പിച്ച പോലെ ഞങ്ങൾ ഇപ്പോഴത്തെ ഫോർമേഷനിൽ ഞങ്ങൾ ഏറ്റവും വലിയ സേഫ് ആയിട്ട് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾ പറയുന്നതല്ല, മറിച്ച് ഇന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതാണ്. അത് വലിയ തോതിൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നുള്ളതും അത് UDFന് ഗുണകരമായി മാറും. പക്ഷെ അപ്പോഴും എന്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നണി വിപുലീകരിക്കുന്നത്? മുന്നണി വിപുലീകരിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് കേവലം ഒരു രാഷ്ട്രീയ ഫോർമേഷൻ ആയിട്ട് മാത്രമല്ല UDF നിലനിൽക്കേണ്ടത്, മറിച്ച് UDF ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി മാറണം. ആ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായിട്ട് മാറുക എന്നുള്ളത് കൊണ്ടാണ് കഴിയാവുന്ന അത്ര പേരെ ചേർത്ത് പിടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകാനുള്ള ചിന്ത എടുക്കുന്നത്. അതുകൊണ്ടാണ് JRPയുടെ ശ്രീമതി CK ജാനുവിന്റെ പാർട്ടിയെ പോലുള്ളവർ ഇന്ന് UDFിലേക്ക് വരുമ്പോഴത്തേക്ക് ഏറ്റവും അരികുവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെ ഞങ്ങൾ ചേർത്ത് നിർത്താൻ ഞങ്ങൾക്ക് സാധിക്കുകയാണ്.